സിനിമാ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒന്നാം ഘട്ട ചർച്ചകൾ പൂർത്തിയായി എന്നാണ് വിവരം. 75 സംഘടനകളുമായി ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തി. ഇനി സർക്കാർ തലത്തിലാണ് ചർച്ച നടക്കേണ്ടത്. സിനിമാ നയരൂപീകരണത്തിൽ പൊതുജന അഭിപ്രായവും തേടും. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തത്സമയം. ഉമേഷ്, നമസ്കാരം, പറയൂ. ഗുഡ് ഈവനിങ് എസ്കേൻ. എന്തായാലും സിനിമാ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു. ഏറ്റവും നിർണായക ഘട്ടവും ഇതുതന്നെയാണ്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടന്നത്. അത് വലിയ വിമർശനങ്ങൾക്ക് വരെ വഴിവെക്കുകയും ചെയ്തിരുന്നു. വേട്ടക്കാരെയും ഇരകളെയും ഒന്നിച്ചിരുത്തിയുള്ള കോൺക്ലേവിനെതിരെ അടക്കം WCC അടക്കം രംഗത്ത് വരികയും ചെയ്തു. എന്തായാലും ആദ്യഘട്ടം വിജയകരമായി ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നു. ഏകദേശം 75 സംഘടനകളുമായി ചർച്ച നടത്തി. അതിൽ WCC, ഫെഫ്ക, ഡയറക്ടേഴ്സ് യൂണിയൻ അടക്കമുള്ള എല്ലാ യൂണിയനുകളും, അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ യൂണിയൻസ്, അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെ യൂണിയൻ തുടങ്ങി എല്ലാ യൂണിയനുകളുമായും ചർച്ച നടത്തി. ഇവർക്ക് പറയേണ്ടതെല്ലാം കേട്ടു. 429 ചലച്ചിത്ര പ്രവർത്തകരെയാണ് ആദ്യഘട്ടത്തിൽ കേട്ടത്, അവരുടെ മൊഴികളെടുത്തത്. ഇനി രണ്ടാം ഘട്ടമാണ്. രണ്ടാം ഘട്ടം ഇനി സർക്കാർ തലത്തിലുള്ള കൂടിയാലോചനകളാണ്. അത് ചലച്ചിത്ര അക്കാദമിയുണ്ട്, ചലച്ചിത്ര വികസന കോർപ്പറേഷനുണ്ട്, സാംസ്കാരിക വകുപ്പുണ്ട്, ഒപ്പം പോലീസുണ്ട്, നിയമ വിദഗ്ധരുണ്ട്, നിയമ വകുപ്പുണ്ട്. ഈ സർക്കാർ തലത്തിലുള്ള കൂടിയാലോചനകൾ നടക്കും. ആ സർക്കാർ തലത്തിലുള്ള കൂടിയാലോചനകൾക്ക് ശേഷമാണ് അടുത്ത ഏറ്റവും സുപ്രധാനമായ ഘട്ടത്തിലേക്ക് കടക്കുക. അത് പൊതുജന അഭിപ്രായം രൂപീകരിക്കുക എന്നുള്ളതാണ്. പൊതുജനങ്ങൾക്ക് ഇതിന് അഭിപ്രായം പറയാനുള്ള ഒരു നിശ്ചിത ദിവസങ്ങൾ വയ്ക്കും, നിശ്ചിത സ്ഥലങ്ങളിൽ സിറ്റിംഗും വയ്ക്കും. അത് പൊതുജനങ്ങൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ ഇമെയിൽ വഴിയോ എല്ലാം അഭിപ്രായങ്ങൾ അറിയിക്കാൻ കഴിയും. അതിനുശേഷം മാത്രമായിരിക്കും ഒരു കോൺക്ലേവ് എന്നുള്ള രീതിയിലേക്ക് സർക്കാർ കടക്കുക. അതൊരു പക്ഷേ IFFKക്ക് ശേഷമായിരിക്കും. ഇതിൽ സർക്കാർ തല ചർച്ചകളും IFFKക്ക് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മാർച്ച് കഴിഞ്ഞിട്ടേ ഒരു കോൺക്ലേവ് സർക്കാർ നടത്താൻ തീരുമാനിച്ചുള്ളൂ. നേരത്തെ നവംബറിൽ കോൺക്ലേവ് നടത്താനായിരുന്നു ആദ്യം ആലോചന. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുണ്ടായ പ്രതികരണങ്ങളും എല്ലാം വന്നപ്പോൾ കോൺക്ലേവ് സർക്കാർ നീട്ടിവെക്കുകയാണ്. എന്തായാലും മാർച്ചിന് ശേഷം കോൺക്ലേവ് ഉണ്ടാകും. എന്തായാലും ഒരു വർഷത്തിലധികം സമയമെടുക്കും ഈ നയം പൂർത്തീകരിക്കാൻ എന്നാണ് ഇപ്പോൾ നിയമവിദഗ്ധരുടെ ഭാഗത്തു നിന്നും സാംസ്കാരിക വകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം. SKN. താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ.